നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിൽ 4 അറസ്റ്റുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ഇനി ആരൊക്കെ? പരൽമീനുകൾ കുടുങ്ങിയതുപോലെ വമ്പൻ സ്രാവുകൾ SITയുടെ വലയിൽ കുടുങ്ങുമോ? പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ വൻ മാഫിയയോ സ്വർണ്ണക്കൊള്ളയിൽ? ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തെരുവുനായ പ്രശ്നത്തിൽ ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുയിടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കൾ അടക്കമുള്ള മൃഗങ്ങളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം. തെരുവ് മൃഗശല്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് കുട്ടികളെന്നും കോടതി. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 12-കാരി അഭിരാമിയുടെ അമ്മയും കേസിൽ കക്ഷി ചേർന്നു. സംസ്ഥാനത്ത് ഡോക്ടർമാർ സമരത്തിലേക്ക്. 13-ന് സമ്പൂർണ്ണ പണിമുടക്ക്. അത്യാഹിത സേവനങ്ങൾ ഒഴികെയുള്ളവ നിർത്തിവെക്കുമെന്ന് KGMCTA. സമരം ശമ്പള പരിഷ്കരണമടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച വേണുവിന് എല്ലാ ചികിത്സയും നൽകിയെന്ന് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ. വാസുവിനെത്തിയിട്ടും വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ SITയുടെ മീതെ ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ട്. SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദങ്ങളുണ്ട്. SIT അതിനെ അതിജീവിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിനെ അല്പസമയത്തിനകം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. സ്വർണ്ണവാതിൽ സംബന്ധിച്ച മഹസറിൽ ദുരൂഹത. സ്വർണ്ണത്തെക്കുറിച്ച് പരാമർശമില്ല. പഴയ പാളികൾ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഏൽപ്പിക്കുന്നതായും മഹസർ. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് BJPയുടെ പുതിയ നീക്കം. മുസ്ലിം വീടുകളിൽ സന്ദർശനം നടത്തും. വോട്ട് ലക്ഷ്യമാക്കിയല്ല, BJPയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനാണ് സൗഹൃദ സന്ദർശനമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. CPM നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്കിൽ ED റെയ്ഡ്. കൊച്ചിയിൽ നിന്നുമുള്ള സംഘം പരിശോധന നടത്തുന്നത് 100 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ. മുൻ ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലും പരിശോധന. ഷട്ട്ഡൌണിൽ അമേരിക്കയിൽ വൻ പ്രതിസന്ധി. 750-ലധികം വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കി. 6400 സർവീസുകൾ വൈകി. പരിഭ്രാന്തിയിൽ ജനങ്ങൾ. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സർവീസുകൾ തടസ്സപ്പെട്ടു. 100ഓളം വിമാനങ്ങൾ വൈകുന്നു. തെരുവുനായ പ്രശ്നത്തിൽ ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുയിടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം. തെരുവുനായ്ക്കളെ ഒഴിവാക്കാൻ 2 ആഴ്ചത്തെ സമയം സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് നൽകി. അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ ദേശീയപാതയിൽ നിന്നും ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്കും നിർദ്ദേശമുണ്ട്. തെരുവുകളിൽ അലയുന്ന നായകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവിക്കുന്നത് കുട്ടികളാണെന്നും കോടതി നിരീക്ഷിച്ചു. അതിനിടെ പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 12-കാരി അഭിരാമിയുടെ അമ്മയും കേസിൽ കക്ഷി ചേർന്നു. തെരുവുനായ വിഷയത്തിൽ മുൻപ് നൽകിയ നിർദ്ദേശത്തിന്റെ തുടർച്ചയായാണ് ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി ഇറക്കിയത്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്ന് പൂർണ്ണമായും തെരുവുനായ്ക്കളെയും അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെയും ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മെഹ്ത, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് നിർണായക ഉത്തരവിറക്കിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ പൊതുവിടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ കണ്ടെത്തി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റാനാണ് കോടതി നിർദ്ദേശം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ ആശുപത്രികൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി ജനങ്ങൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ്ക്കൾ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ വേലികൾ നിർമ്മിക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഈ നടപടികൾ 8 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കണം. ഇത്തരം സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നോഡൽ ഓഫീസർമാരെ നിയമിക്കുവാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടർച്ചയായി പൊതുവിടങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തണം. വന്ധ്യംകരണത്തിന് ശേഷം തെരുവുനായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നും പിടിച്ച നായ്ക്കളെ അതേ സ്ഥലത്ത് തിരികെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്.
അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും കുട്ടികൾക്കാണെന്നും കോടതി വ്യക്തമാക്കി. ദേശീയപാതകളിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ ഒഴിവാക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇക്കാര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കോടതി പറഞ്ഞു. 3 ആഴ്ചയ്ക്കകം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകാനാണ് നിർദ്ദേശം. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റു മരിച്ച 12-കാരിയുടെ അമ്മ സുപ്രീം കോടതിയിൽ തെരുവുനായ പ്രശ്നത്തിലെ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. പെരുന്നാട്ടിൽ 2022 മരിച്ച അഭിരാമിയുടെ അമ്മ രജനിയാണ് കോടതിയെ സമീപിച്ചത്. താൻ മകളെ നഷ്ടപ്പെട്ട നിർഭാഗ്യവതിയായ അമ്മയാണെന്നും ഇരകൾക്ക് ധനസഹായം നൽകണമെന്നും രജനി പറഞ്ഞു. ജില്ലാ തലത്തിൽ സമിതികൾ രൂപീകരിക്കണമെന്നും റാബീസ് വാക്സിൻ ലഭ്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മാവേലിക്കര KCB ഓഫീസിൽ തെരുവ് നായയുടെ ആക്രമണം. ഓഫീസിലെ ജീവനക്കാർക്ക് നേരെയാണ് നായയുടെ ആക്രമണമുണ്ടായത്. ഒരാൾക്ക് കടിയേറ്റു. മറ്റൊരു യുവതിക്ക് നേരെ നായ ചാടി വീണു. രക്ഷപ്പെടുന്നതിനിടെ യുവതിക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ 13-ാം തീയതി മുതൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. അത്യാഹിത സേവനങ്ങൾ ഒഴികെയുള്ള എല്ലാ സേവനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കും. വിവിധ തസ്തികകളിലെ ശമ്പളത്തിലെ അപാകതകൾ പരിഹരിക്കുക, 2016 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് മുൻപ് ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുക, അശാസ്ത്രീയമായ പുനർവിന്യാസം അവസാനിപ്പിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നവംബർ 13-ന് ഡോക്ടർമാർ സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 13-ന് അത്യാഹിത വിഭാഗം ഒഴികെയുള്ള മറ്റെല്ലാ സേവനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുറച്ചുനാളായി KGMCTA പ്രതിഷേധത്തിലാണ്. എന്നാൽ ലേബർ റൂം, കാഷ്വാലിറ്റി, ICU സേവനങ്ങൾ നൽകിയിരുന്നു. പ്രതിഷേധം ഈ രീതിയിൽ തുടർന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് KGMCTA എത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ OP ബഹിഷ്കരിക്കുന്നു. കാഷ്വാലിറ്റിയിലെ ഡോക്ടറുടെ ജോലി തടസ്സപ്പെടുത്തി ചികിത്സയ്ക്ക് എത്തിയവർ തമ്മിൽ അടിപിടിയുണ്ടായ സംഭവത്തിൽ അക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് OP ബഹിഷ്കരണം. 1 മണിക്കൂർ നേരം OP ബഹിഷ്കരിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കാസർഗോഡ് അണങ്കൂർ ബദ്ര സ്വദേശികളായ സഹോദരങ്ങളാണ് തമ്മിൽ തല്ലി പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയ ശേഷവും കയ്യേറ്റം തുടർന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ പരിശോധന നടത്തുകയായിരുന്ന വനിതാ ഡോക്ടറുടെ കാലിലേക്ക് രോഗി മറിഞ്ഞു വീണിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഉയർന്ന ചികിത്സാ പിഴവ് ആരോപണത്തിൽ പ്രതികരിച്ച ഡോക്ടർമാർ രോഗി നവംബർ 1-ന് ആശുപത്രിയിലെത്തിയതിനു പിന്നാലെ അറ്റാക്കാണെന്ന് സ്ഥിരീകരിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞാണ് രോഗി ആശുപത്രിയിൽ എത്തിയത്. 5-ാം തീയതി ഹാർട്ട് അറ്റാക്ക് വന്നു. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. പ്രോട്ടോകോൾ അനുസരിച്ച് കൊടുക്കാവുന്നതിൽ മികച്ച ചികിത്സയാണ് നൽകിയതെന്നാണ് ഡോക്ടർമാരുടെ പ്രതികരണം. ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് നെഞ്ചുവേദന തുടങ്ങി 12 മണിക്കൂറിനകം വന്നാലാണ് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻറ്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ, ആസ്പ്രിൻ, ക്ലോപ്പിഡോഗൾ, അറ്റോവാസ്റ്റാറ്റിൻ, മെറ്റപ്രലോൾ, എനലാപ്രിൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ PC വിഷ്ണുനാഥ് MLA റിപ്പോർട്ട് തേടുമെന്ന പതിവ് പല്ലവി ഉപേക്ഷിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് തയ്യാറാകണം. റിപ്പോർട്ട് തേടുന്നത് ജനങ്ങളെ പല്ലിളിച്ചു കാണിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിലെ തകർന്നുപോയ ആരോഗ്യ മേഖലയുടെ ഇരകളാണ് സാധാരണ ജനങ്ങളെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമുള്ള വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ തകർന്നുപോയ ആരോഗ്യ സംവിധാനത്തിന്റെ നേർചിത്രമാണ്. മന്ത്രിയുടെ പതിവ് മറുപടി കേട്ടു, റിപ്പോർട്ട് തേടൂ എന്നുള്ളതാണ്. ഇത് എത്രാമത്തെ റിപ്പോർട്ടാണ് തേടുന്നത്? ഒരു ഹൃദയ രോഗി ചെന്നാൽ അയാളുടെ ആൻജിയോഗ്രാം കഴിഞ്ഞാൽ മാത്രമാണ് തുടർ ചികിത്സ നടത്താൻ പറ്റുള്ളൂ.
തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് BJPയുടെ പുതിയ നീക്കം. എല്ലാ മുസ്ലിം വീടുകളിലും BJP സന്ദർശനം നടത്തും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനം പ്രഖ്യാപിച്ചു. ക്രൈസ്തവ ഗൃഹസന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം സൗഹൃദം BJP ലക്ഷ്യമിടുന്നത്. എന്നാൽ വോട്ട് ലക്ഷ്യമാക്കിയല്ല BJPയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനാണ് സൗഹൃദ സന്ദർശനമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇത് വോട്ട് പിടിക്കാനല്ല, ആരെയും വിഡ്ഢിയാക്കാൻ CPMും കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രീയമല്ല. ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു. ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാട് BJP ചെയ്യാൻ ആഗ്രഹിക്കുന്ന, BJP സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ്. BJP പുതിയ നീക്കത്തിലേക്ക് കടക്കുന്നു. മുസ്ലിം വോട്ടുകൾ പെട്ടിയിലാക്കുകയാണോ ലക്ഷ്യം? അശ്വതി, തീർച്ചയായും 2026 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിന് 5 മാസം മാത്രം ബാക്കി നിൽക്കെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി BJP അടിയുറച്ച് മുന്നോട്ട് പോവുകയാണ്. അതായത് നേരത്തെ ക്രൈസ്തവ വീടുകളൊക്കെ സന്ദർശിക്കുന്നു, ക്രിസ്മസിന് കേക്ക് നൽകുന്നത് അടക്കമുള്ള ക്രൈസ്തവ ഗൃഹ സന്ദർശനം നടത്തിയിരുന്നു. അത് ഏറെക്കുറെ വിജയകരമായിരുന്നു എന്നാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ഗൃഹ സന്ദർശനം എന്ന ഒരു നീക്കം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരു സൗഹൃദ സന്ദർശനം, എല്ലാ മുസ്ലിം വീടുകളിലും BJP നേതാക്കൾ ഒരു സൗഹൃദ സന്ദർശനം നടത്തി അവരെ കൂടി ഒപ്പം നിർത്തുന്നു. അതായത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുകയാണ് BJP ചെയ്യുന്നത്. അല്ലാതെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകന്നു പോകുന്നില്ല. ന്യൂനപക്ഷങ്ങളെ ഒപ്പം അവരോടൊപ്പം അവരും സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവരുമായുള്ളൊരു സൗഹൃദം, അതാണ് BJP പ്രധാനമായും ലക്ഷ്യമിടുന്നത്. BJPയിൽ നിന്ന് അകന്നു പോകുന്നത് യാഥാർത്ഥ്യം. BJP എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയല്ല, വർഗീയതയിൽ ഉറച്ച പാർട്ടിയാണ് എന്ന ഒരു പൊതുധാരണ, അതൊരു മിഥ്യാധാരണയാണ് എന്ന് BJP നേതൃത്വം പറയുന്നു. ആ ധാരണ പൊതുസമൂഹത്തിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. അങ്ങനെ ആ ധാരണ മാറ്റുക, അതിൻ്റെ ഭാഗമായാണ് ആദ്യം ക്രൈസ്തവ സന്ദർശനം വെക്കുന്നു, സഭകളെയൊക്കെ ഒപ്പം നിർത്തുന്നു, സഭാ അധ്യക്ഷന്മാരുമായൊക്കെ കൂടുതൽ അടുക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ BJP മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കി മുസ്ലിം ഗൃഹ സന്ദർശനത്തിന് ഇറങ്ങുന്നു. അത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ അബ്ദുൾ സലാം, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. അദ്ദേഹം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്, ഡോക്ടർ അബ്ദുൾ സലാമിൻ്റെ നേതൃത്വത്തിലാണ് ഗൃഹ സന്ദർശനം അടക്കം നടത്തുന്നത്. BJP പ്രധാനമായും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി BJP പുതിയ തന്ത്രവുമായി കളത്തിലിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ 2026 എന്ന് പറയുന്നത് BJP വലിയ രീതിയിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ നീക്കവുമായി സംസ്ഥാനത്ത് ഇറങ്ങുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ശരി, വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റ് ഡിസൂസ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT സംഘത്തിനു മേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വിലപിടിപ്പുള്ള അമൂല്യ വസ്തുക്കൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുന്ന മാഫിയാണ് ശബരിമലയിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് ഹൈക്കോടതി പോലും സംശയിക്കുന്നു. ദേവസ്വം മുൻ ഭരണസമിതിയും ഇപ്പോഴത്തെ ഭരണസമിതിയും ഇതിന്റെ കണ്ണികളാണോ എന്ന് സംശയമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ശ്രമങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ SITയുടെ മീതെ ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ട്. SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദങ്ങളുണ്ട്. SIT അതിനെ അതിജീവിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. വാസുവിൽ എത്തിച്ചേരുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ കാര്യവും ഉണ്ട്. പക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. അവിടെയാണ് സംശയം വരുന്നത്. അല്ല, ഇപ്പൊ കോടതി വിധി ഉണ്ടല്ലോ, കൃത്യമായിട്ട് കോടതി വിധിയുണ്ട്. അവരാളെ പ്രതികളാവും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഘവും കഴിഞ്ഞ കാലത്ത് നടത്തിയ എല്ലാ വൃത്തികേടുകളും എല്ലാ കൊള്ളയെയും കുറിച്ച് പൂർണ്ണമായ ബോധ്യം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വലിയ മീനുകളെ സംരക്ഷിച്ച് പരൽ മീനുകളെയാണ് പിടിക്കുന്നത്. അതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം. ഇപ്പോഴത്തെ ബോർഡ് കള്ളക്കളിക്ക് കൂട്ടുനിന്നുവെന്നും അവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്തത് ദേവസ്വം ബോർഡ് മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഉച്ചയോടെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കുന്ന സമയത്ത് സന്നിധാനത്ത് നിന്നും ബോധപൂർവം വിട്ടുനിന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മുരാരി ബാബുവിനും സുധീഷ് കുമാറിനുമായി SIT വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്നലെയാണ് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നും ശബരിമല മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. 2019 ജൂലൈ 19 സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കുമ്പോൾ ബോധപൂർവം സന്നിധാനത്ത് നിന്നും ബൈജു വിട്ടുനിന്നുവെന്ന് SIT കണ്ടെത്തി. ദ്വാരപാലക പാളികൾ അഴിച്ചുകൊണ്ടുപോകുമ്പോൾ അത് തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്ന് ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ആ 2 ദിവസവും ബൈജു സന്നിധാനത്ത് ഹാജരായിരുന്നില്ലെന്നാണ് SITയുടെ കണ്ടെത്തൽ. മേൽനോട്ട ചുമതല വഹിക്കുന്നതിൽ തിരുവാഭരണം കമ്മീഷണറായിരുന്ന ബൈജു ഗുരുതര വീഴ്ചയാണ് വരുത്തിയത്. കട്ടിളപ്പാളി കേസിലെ ദുരൂഹ ഇടപെടൽ സംബന്ധിച്ചുള്ള വിവരവും ബൈജുവിനറിയാം എന്നാണ് SITയുടെ നിഗമനം. 2019 KS ബൈജു ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നു. ബൈജുവിന്റെ അറസ്റ്റോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 ആയിട്ടുണ്ട്. കേസിൽ 7ാം പ്രതിയാണ് ബൈജു. ഇതിനിടയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങിയെന്നാണ് സൂചന. കേസിൽ അറസ്റ്റിലായ മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിൽ സംബന്ധിച്ച മഹസറിൽ ദുരൂഹത. 2019 മാർച്ച് 3-ാം തീയതി പുതിയ സ്വർണ്ണവാതിൽ ഘടിപ്പിച്ചപ്പോൾ എഴുതിയ മഹസർ പുറത്തുവന്നു. വാതിൽ പാളികൾ എന്നല്ലാതെ സ്വർണ്ണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും മഹസറിലില്ല. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിക്കുന്നതായി മഹസറിൽ പറയുന്നു. പഴയ വാതിലിലെ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. CPM ഭരണസമിതി 100 കോടിയുടെ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്കിൽ ED റെയ്ഡ്. കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ കൊച്ചിയിൽ നിന്നുമുള്ള ED ഉദ്യോഗസ്ഥരാണ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ പരിശോധന നടത്തുന്നത്. ജീവനക്കാരും ഭരണസമിതിയും ചേർന്ന് വ്യാജരേഖകൾ ചമച്ച് പണം തട്ടിയെന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലെ പരിശോധനയിൽ ED ഉദ്യോഗസ്ഥർ നിരവധി രേഖകൾ പിടിച്ചെടുത്തു എന്നതാണ് വിവരം. US-ൽ ഷട്ട്ഡൌൺ കാരണം 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കി. വെള്ളിയാഴ്ച ഷെഡ്യൂൾ ചെയ്ത 750-ലധികം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വ്യാഴാഴ്ച 6400-ലധികം US വിമാനങ്ങൾ വൈകുകയും 200-ലെണ്ണം റദ്ദാക്കുകയും ചെയ്തു. അറ്റ്ലാന്റ, നെവാർക്ക്, ഡെൻവർ, ഷിക്കാഗോ, ഹൂസ്റ്റൺ, ലോസ് ആഞ്ചൽസ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ തിരക്കേറിയ വിമാനത്താവളങ്ങളെയാണ് ഫ്ലൈറ്റുകളുടെ ഈ കുറവ് ബാധിക്കുക. അതേസമയം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് പാലിക്കുമെങ്കിലും ഇവ തങ്ങളുടെ അന്താരാഷ്ട്ര റൂട്ടുകളെ ബാധിക്കില്ലെന്ന് വിമാന കമ്പനികളായ യുണൈറ്റഡ് എയർലൈൻസും ഡെൽറ്റയും അറിയിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഷട്ട്ഡൌൺ രാജ്യത്തെ എയർ ട്രാഫിക് കൺട്രോളർ സംവിധാനത്തിൽ ജീവനക്കാരുടെ കുറവ് വരുത്തിയതോടെയാണ് ഫ്ലൈറ്റുകൾ റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടായത്. സാങ്കേതിക തകരാർ കാരണം ഡൽഹിയിൽ വിമാനങ്ങൾ വൈകുന്നു. എയർ ട്രാഫിക് കൺട്രോളർ സംവിധാനത്തിലെ സാങ്കേതിക പിഴവാണ് കാരണമെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞു. പരിഹരിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. യാത്രക്കാർ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും വിമാന കമ്പനികൾ അഭ്യർത്ഥിച്ചു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കമ്പനികൾ വ്യക്തമാക്കി. വികസിത ഭാരതത്തിനായി കേന്ദ്ര സർക്കാർ ഒരുക്കിയ എമർജിംഗ് സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ കോൺക്ലേവിൽ ശ്രദ്ധേയമായി അമൃത വിശ്വവിദ്യാപീഠം. ആരോഗ്യമേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലുമുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളും കാഴ്ചപ്പാടുകളുമാണ് അമൃത വിശ്വവിദ്യാപീഠം ഡൽഹിയിൽ നടന്ന കോൺക്ലേവിൽ ഒരുക്കിയത്. പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവർ പവലിയനിൽ സന്ദർശിച്ച് ആശംസകൾ അറിയിച്ചു. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള വേദി ഡൽഹിയിൽ ഒരുക്കിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പവലിയനാണ്. പുതിയ ഇന്ത്യയ്ക്ക് വേണ്ടി ശാസ്ത്ര സമൂഹത്തിന് എത്രത്തോളം സംഭാവനകൾ നൽകാൻ കഴിയും എന്നുള്ളതാണ് കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അമ്മയുടെ കാഴ്ചപ്പാടുകൾ മുൻനിർത്തി എന്തൊക്കെ നൽകാൻ കഴിയും എന്നുള്ളതാണ് അമൃത വിശ്വവിദ്യാപീഠം കാണിച്ചു തരുന്നത്. ആരോഗ്യമേഖലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നൂതന സംവിധാനങ്ങൾ അമൃത വിശ്വവിദ്യാപീഠം പരിചയപ്പെടുത്തുകയാണ്. 20 രൂപ ചിലവിൽ 20 മിനിറ്റ് കൊണ്ട് കരളിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന പേപ്പർ സ്ട്രിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻസൈമുകളില്ലാത്ത ഗ്ലൂക്കോമീറ്ററാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണം. ഇതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിലും കുറഞ്ഞ ചെലവിലും പരിശോധിക്കാൻ കഴിയും. ലാബ് ഓൺ എ ചിപ്പ് ഡിവൈസാണ് മറ്റൊരു കണ്ടുപിടുത്തം. ഒരു ചിപ്പ് ഉപയോഗിച്ച് വിവിധ അസുഖങ്ങൾ കണ്ടെത്തുകയോ നിരീക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം. പ്രമേഹം, കൊളസ്ട്രോൾ,
ബിലിറുബിൻ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നിവയുടെ നിലവിലെ സാഹചര്യം ഈ ചിപ്പിലൂടെ കണ്ടെത്താൻ കഴിയും. ഒരു തുള്ളി രക്തം മാത്രം മതി ഇത്രയും പ്രവർത്തനങ്ങളുടെ ഫലമറിയാൻ. മൈക്രോ സൂപ്പർ കപ്പാസിറ്റർ വിരലിൽ ഘടിപ്പിച്ച് ശ്വാസഗതി അറിയുന്നതുപോലെ ഹൃദയത്തിന്റെ പ്രവർത്തനം അറിയാൻ കഴിയുന്ന ഉപകരണവും വളരെ എളുപ്പത്തിൽ ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന ECG സംവിധാനവും അമൃത വിശ്വവിദ്യാപീഠം അവതരിപ്പിക്കുന്നു. ഡിജിറ്റൽ ടിൻ സാങ്കേതികവിദ്യയാണ് മറ്റൊരാകർഷണം. ഒരേ സമയം ഹൃദയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും അതിനനുസരിച്ച് മരുന്നിന്റെ അളവ് ക്രമീകരിച്ച് നൽകുകയും ചെയ്യുന്ന ഉപകരണമാണിത്. ഉരുൾപൊട്ടൽ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സംവിധാനവും മുറിക്കുള്ളിലെ വായു മലിനീകരണം കുറയ്ക്കാൻ കഴിയുന്ന ഉപകരണവുമെല്ലാം കോൺക്ലേവിന്റെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം അവതരിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് അജയ് സൂദ്, ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി രവിചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പവലിയൻ സന്ദർശിച്ച് ആശംസകൾ അറിയിച്ചു. സിസ്റ്റ് മേധാവി ഡോക്ടർ അനിത ഗുപ്തയും പവലിയനിൽ എത്തി. It has been a great experience visiting the booth of Amrita Vishwa Vidyapeetham. The kind of work which is being done across various domains of technology to empower communities and to tackle various problems spanning from climate change like landslide advanced warning system to coming out with the products and solutions which are assistive solutions for our cross section of patients which are devoid of normalcy. So I could see not only in the medtech domain but also in the domain of how LLM is being used to really empower patients with variety of solutions which are being offered, and obviously Amma, who is behind the all support and contributing a lot in the entire nation development at large. 40 വയസ്സിന് താഴെയുള്ളവരെയാണ് കൂടുതലായി കോൺക്ലേവിന്റെ ഭാഗമാക്കിയത്. പുതിയ ഇന്ത്യക്കായി തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകുകയാണ് യുവസമൂഹവും നൂതന ആശയങ്ങളും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്തെ റവന്യൂ ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ചട്ടവിരുദ്ധമായി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി നൽകുന്നുണ്ടെന്ന പരാതികളിലാണ് ഓപ്പറേഷൻ ഹരിത കവചം എന്ന പേരിൽ പരിശോധന നടത്തുന്നത്. സംസ്ഥാനത്തെ 27 റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലും തരം മാറ്റൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 32 ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലുമായി ആകെ 69 ഓഫീസുകളിൽ ഇന്ന് രാവിലെ മുതൽ മിന്നൽ പരിശോധന നടത്തി. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ചിലയിടങ്ങളിൽ ക്രമക്കേടുകൾ നടക്കുന്നതായി വിജിലൻസ് കണ്ടെത്തി. മലപ്പുറം SP സുജിത്ത് ദാസിനെതിരെ പരാതി നൽകിയ SI ജോലി ഉപേക്ഷിച്ചു. SPയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ SP സുജിത്ത് ദാസിനെതിരെ പരാതി നൽകിയ SI ശ്രീജിത്താണ് DGPക്ക് രാജിക്കത്ത് നൽകിയത്. പരാതി നൽകിയതിന് പിന്നാലെ പ്രതികാര നടപടിക്കിരയായെന്ന് രാജിക്കത്തിൽ പറയുന്നു. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുന്നു കൊല്ലത്തു നിന്നും. സുധീഷ്, ഈ കത്തിൽ വ്യക്തമാകുന്നുണ്ട് പ്രതികാര നടപടിയെന്ന്, സമ്മർദ്ദത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ രാജിക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ രാജിയിലൂടെ വ്യക്തമാകുന്നത് ഇതാണോ? അതായത് സത്യസന്ധമായി തൊഴിലെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നതാണോ ചൂണ്ടിക്കാട്ടുന്നത്? സുധീഷ്. തീർച്ചയായും അശ്വതി, ഈ പരാതി നൽകിയ അല്ലെങ്കിൽ രാജിവെച്ച ആ SI നമ്മളോടൊപ്പം ഉണ്ട്, ശ്രീജിത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം തന്നെ പറയും കൂടുതൽ കാര്യങ്ങൾ. എന്തായിരുന്നു ഇങ്ങനെ ഒരു രാജിക്കത്തിലേക്ക് എത്തിച്ചത്? ഞാൻ 2023 ഡിസംബർ 21 സസ്പെൻഷനിലാണ്. അപ്പോൾ സസ്പെൻഷന് ശേഷം സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ സസ്പെൻഷന് ശേഷമാണ് ഞാൻ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലതരത്തിൽ, അതായത് ഈ നടപടികളെ ഫേസ് ചെയ്യുന്നതിനായിട്ട് വിവരാവകാശ നിയമം അല്ലാത്ത പരാതികൾ, കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പോലീസിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഓഫീസുകളിൽ നമ്മൾ കൊടുത്തു നോക്കി. പക്ഷേ ഒരെണ്ണത്തിൽ പോലും എന്ത് ചെയ്തിട്ടില്ല നമുക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടി. ഇപ്പോൾ നമ്മൾ വിവരാവകാശ പ്രകാരം ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നതിന് അപ്പീൽ കൊടുക്കുക. അപ്പോൾ അപ്പീൽ എവിടെ പോകുന്നത്? വീണ്ടും പോലീസിലേക്കാണ്. മൂന്നാമത്തെ അപ്പീൽ എവിടെയാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഒന്ന് ചോദിച്ചോട്ടെ, അറിയാൻ കൂടി, താങ്കൾ SI ആയിരുന്ന സമയത്താണ് ഈ ഇപ്പോൾ മുൻ SP ആയിരുന്ന അദ്ദേഹത്തിനെതിരെ ഒരു മരമുറിയുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നത് അല്ലേ? അതിനെക്കുറിച്ചൊന്നും അല്ല, ഞാൻ സസ്പെൻഷൻ ആയതിനു ശേഷമാണത്. ഞാൻ SI ആയിരിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. സസ്പെൻഷൻ കേസല്ല, ഞാൻ അന്നത്തെ മലപ്പുറം SP ആയിരുന്ന ശശിധര സാറിന് ഒരു ഇൻറ്റിമേഷനാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് നൈമഡ് കവറിൽ, അതായത് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ചിട്ട് എനിക്കൊരു അറിവ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ എന്ത് ചെയ്യണം, അത് ഒന്ന് അന്വേഷിക്കണം, ഇങ്ങനെ പറഞ്ഞോളൂ. അല്ലാതെ ഒരു പരാതി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. ആ ഇൻഫർമേഷൻ പിന്നീട് എനിക്ക് തോന്നുന്നു സാർ അത് DGPക്ക് ഫോർവേഡ് ചെയ്തു. അത് DI ചെയ്ത് തിരിച്ച് വീണ്ടും മലപ്പുറത്ത് തന്നെ അന്വേഷിക്കാൻ കൊടുക്കുന്നു. അതിൻ്റെ ആ ഡ്യൂ കോഴ്സ് ഓഫ് അന്വേഷണം നടക്കുന്ന സമയത്താണ് നമ്മുടെ മുൻ നിലമ്പൂർ MLA ആയിരുന്ന അൻവർ സാർ എന്ത് ചെയ്യുന്നത്, ഇതേ പരാതി എന്ത് ചെയ്യുന്നത്, ടേക്കപ്പ് ചെയ്തിട്ട് വീണ്ടും കൊടുക്കുന്നത്. അതിലാണ് പിന്നീട് ഈ പറയുന്ന സുജിത് സാറ്
ഫോൺ സംഭാഷണം നടത്തുന്നതും ഈ കേരളത്തിൽ ഇത്രയും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അതായത് എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് പോലീസിനെതിരെ പോലീസിന്റെ തലപ്പത്തുള്ള ഒരു അഴിമതിയെ തുറന്നു കാണിക്കുന്നു, ഒരു പരാതി പറയുന്നു, നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണോ താൻ ഇത്തരത്തിലൊരു പരാതി അല്ലെങ്കിൽ രാജിയിലൊക്കെ കഴിഞ്ഞത്? അല്ല, രാജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഈ പരാതികളെ ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള നടപടികൾ, നമ്മൾ കൊടുത്ത പരാതികൾ, അല്ലെങ്കിൽ ഈ പോലീസിൽ നമ്മൾക്ക് അത് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചില വിഷയങ്ങൾ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ താമര ജിഫ്രിയുടെ മരണം, അല്ലെങ്കിൽ താനൂരത്തെ ബോട്ട് ദുരന്തത്തിൻ്റെ അന്വേഷണത്തിലെ കുറേ പാളിച്ചകൾ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പോൾ 22 പേര് മരിച്ച സംഭവമാണത്. സംഭവത്തിൻ്റെ കുറ്റപത്രവും മറ്റുമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, കരിപ്പൂരത്തെ സ്വർണ്ണക്കടത്ത് വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിവരാശം കൊടുക്കും, പരാതി കൊടുക്കും. പക്ഷേ ഇതിലൊന്നും എന്ത് ചെയ്യുന്നില്ല, അവർ നമുക്കൊരു കൃത്യമായ മറുപടി തരുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ ഈ വിവരാശത്തിന് ചില ലൂപ്പ് ഹോളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? മറുപടി തരാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ഇനി അത് നമ്മൾ അകത്ത് നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ട്. കാരണം ഇപ്പോഴും ശ്രീജിത്ത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അണ്ടർ സസ്പെൻഷൻ എന്നും പറഞ്ഞുള്ള പരാതികളും വിവരാവകാശവും കൊടുക്കുന്നത്. ഈവൻ ഇഫ് ഞാൻ ഈ വിഷയത്തിൻ്റെ അന്ന് മരമുറിയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനായിട്ട് ഒരു അനുമതി ചോദിച്ചിട്ട് 6 മാസമായി. അതിനകത്ത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള മറുപടി എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. തീർച്ചയായും അശ്വതി, അദ്ദേഹം സസ്പെൻഷനിലായിരുന്ന കാലത്ത് ഒരു പരാതി ഉന്നയിക്കുന്നു, ആ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് വീണ്ടും ഈ നിയമപരമായി മുന്നോട്ട് പോകുമ്പോഴുള്ള തടസ്സങ്ങളും അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു രാജിക്കത്ത് DGPക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായും സുധീഷിനൊപ്പം SA ശ്രീജിത്തിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.